ഒരു മസ്അലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ വ്യക്തത ഒന്നുകൂടെ വരുത്തണം എന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നതല്ല, പക്ഷേ നമ്മുടെ സ്ത്രീകളുടെ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത നൽകേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാനത് ഒരൽപ്പം സമയമെടുത്ത് ഞാനത് വിശദീകരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം യൂട്യൂബിലൊക്കെ മറുപടി നൽകുന്ന ആളുകൾ അവർ പല ആശയക്കാരുമായിരിക്കാം, പുത്തൻ ആശയക്കാരും ബിദ്അഈ ചിന്തക്കാരൊക്കെ ആയിരിക്കാം. അവരോട് പറയാനുള്ളത്, മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞു വെച്ച വിഷയങ്ങളെ മറികടന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്വയം മുജ്തഹിദുകളായി മാറുകയും ഹദീസുകളും ആയത്തുകളും വെച്ച് ഫിഖഹിന്റെ മസ്അലകളെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ തന്നെ വളരെ ഡേഞ്ചറാണ്. ഹദീസുകളുടെ ബലാബലം എന്താണെന്നറിയാതെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു, ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നപ്പോൾ കയ്യിലെ വളകൾ കണ്ടപ്പോൾ തങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്നൊരു ഹദീസ് അവതരിപ്പിച്ചുകൊണ്ട് ആ ഹദീസിന്റെ ബലാബലം എങ്ങനെയാണ് ഫുഖഹാ അതിനെ കണ്ടിട്ടുള്ളത്, ഈ മസ്അലയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായ അർത്ഥ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നൊന്നും അറിയാതെ സ്വയം മുജ്തഹിദീങ്ങളായിട്ട് പറയുന്ന ആളുകളോടല്ല ഞാൻ മറുപടി പറയുന്നത്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എന്താണ് ആഭരണങ്ങളുടെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ തങ്ങൾ എന്തു പറഞ്ഞു? ഇമാം മാലിക് എന്നവരുടെ അഭിപ്രായം എന്താണ്? അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? സ്വഹാബികൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്? ഇതൊന്നും നോക്കാതെ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന ആയത്തെടുത്തിട്ട് പെണ്ണുങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങളൊക്കെ കെൻസ് ചെയ്യുന്നതാണ് എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തോട് വിരുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായത്തിനെതിരായ പ്രസ്താവനകൾ ചെയ്തുകൊണ്ട് ചില പുത്തനാശയക്കാർ, ഞാൻ പറഞ്ഞൊരു കാര്യത്തെ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തൊരു വിഷയത്തെ അവതരിപ്പിച്ചത്, എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വിശദീകരണം പറയാൻ അവസരമുണ്ടാവും. സത്യത്തിൽ സ്വർണത്തിലും വെള്ളിയിലും കച്ചവടത്തിലും സക്കാത്ത് നിർബന്ധമുള്ള വിഷയങ്ങളാണ്. കന്നുകാലികളിലടക്കം നിധികളിൽ സക്കാത്തുണ്ട്, കൃഷികളിൽ സക്കാത്തുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് വിവരിക്കുക. ഞാൻ പറയുന്നത്, വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ആഭരണങ്ങൾ സ്ത്രീകൾ അണിയുമ്പോൾ, അവര് ഉപയോഗിക്കുമ്പോൾ അത് സക്കാത്ത് കൊടുക്കപ്പെടേണ്ട മുതലാണോ അല്ലയോ? സാധാരണഗതിയിൽ ചില ആളുകളെങ്കിലും, ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയായിരുന്നു, വിവാഹം നടക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തന്റെ വാപ്പ, തന്റെ പിതാവ് സ്നേഹത്തോടെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്താൽ പുതിയാപ്പിള ചെറുക്കൻ എന്ത് പറയും? 10.5 പവന്റെ മുകളിലുള്ളത് നിങ്ങൾ തിരിച്ചെടുത്തോ, എന്റെ ഭാര്യക്കത് വേണ്ട, 10.5 പവനേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ അള്ളാഹു അനുവദിച്ച ആഭരണങ്ങളിൽ കണക്ക് പറഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒരു പെണ്ണിനെ ഇത്രയേ ധരിക്കാവൂ എന്ന് ശരീഅത്തിന്റെ മാനദണ്ഡങ്ങളിൽ കണക്ക് പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു അവർക്ക് അനുവദിച്ചതാണ്. ഇനി അനുവദിച്ചത് 10.5 പവന്റെ മുകളിലാണെങ്കിൽ അതിന് സക്കാത്ത് വരുമോ? ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ? നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഇമാം മാലിക് എന്നവരുടെയും അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെയും 3 മദ്ഹബിന്റെ അഭിപ്രായം, ജംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആഭരണമായി വെച്ചതിലോ ആഭരണമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോ പിന്നീട് അണിയണമെന്ന് ഉദ്ദേശിച്ച് മാറ്റിവെച്ചതോ സ്വർണം എത്രയാണെങ്കിലും അവയിൽ സക്കാത്ത് വരുന്നില്ല എന്നത് എന്റെ അഭിപ്രായമല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോ അതിനെതിരെ വരുന്ന ഹദീസുകളുടെ ആശയം എന്തായിരിക്കും? അതാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൽ പണ്ഡിതപക്ഷം? അതുകൊണ്ട് ക്ഷമയോടുകൂടെ ഒരൽപ്പസമയം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ എന്ന് പറയുന്നത് മാലിക്കി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്.
വഅജ്മഉ ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഏകോപിച്ച അഭിപ്രായമാണ് അൻ ലാ സകാത്ത ഫിൽ ഹലിയി ഇദാ കാന ജൗഹറൻ ഔ യാഖൂതൻ. സ്വർണമല്ലാത്ത ഡയമണ്ടുകളോ പേളുകളോ റൂബികളോ വിലപിടിപ്പുള്ള കല്ലുകളോ ആഭരണമായി ഉപയോഗിക്കുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സക്കാത്ത് ഇല്ല എന്നാണ്. ഡയമണ്ട് ഉപയോഗിക്കുന്നു, ഡയമണ്ടിന്റെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നു, ആ ആഭരണങ്ങളിൽ അതിലൊന്നും സക്കാത്ത് ഇല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടോ? അവിടെയാണ് നമ്മുടെ ചർച്ച വരുന്നത്. ഇമാമുന നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞ വിഷയം അമ്മൽ ഹുലിയുൽ മുഹറം ഫതജിബു സക്കാത്തു ഫീഹി ബിൽ ഇജ്മാ. ഹലാലായ ആഭരണങ്ങൾ, അല്ലാഹു അനുവദിച്ച ആഭരണങ്ങൾ ഒരു പെണ്ണിന്, അവയിൽ സക്കാത്തില്ല. എന്നാൽ അല്ലാഹു ഹറാമാക്കിയ ആഭരണങ്ങൾ അതെങ്ങനെയാ? ഒരു പുരുഷൻ സ്വർണ്ണമണിയാൻ പാടുള്ളതല്ല, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. അങ്ങനെ ഒരു പുരുഷൻ സ്വർണത്തിന്റെ സക്കാത്തിന്റെ കണക്കെത്തിയ നിസ്വാബുള്ള ഒരു ആഭരണം അണിഞ്ഞാൽ അണിയൽ തന്നെ ഹറാമാണ്, അതിന് സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. ഒരു പെണ്ണ് അമ്മൽ ഹുലിയുൽ മുഹറം ഫതജിബു സക്കാത്തു ഫീഹി ബിൽ ഇജ്മാ. മഹാനവറുകൾ റൗളത്തു ത്വാലിബീനിൽ പറയുന്നത്, ഒരു പെണ്ണ് ഹറാമായ ആഭരണം അണിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള മാല, ഒരു സിംഹത്തിന്റെ രൂപത്തിലുള്ള വള, ഇതുപോലെയുള്ളത് മുഹറമത്തുൻ വഫീഹ സക്കാ, അത് ഹറാമായതാണ്. കാരണം ജീവികളുടെ രൂപങ്ങളാണത്, നമുക്കത് അണിയാൻ പാടുള്ളതല്ല. വഫീഹ സക്കാ, അതിൽ സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. രണ്ട്, കച്ചവടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വായ്പ കൊടുക്കാൻ വേണ്ടിയോ വിൽക്കാൻ വേണ്ടിയോ നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ആഭരണങ്ങൾ 10 പവന്റെ മുകളിലുണ്ടെങ്കിൽ, 10 പവനോ അതിനു മുകളിലോ ഉണ്ടെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാണ്. ഉപയോഗിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ച ആഭരണങ്ങൾ സ്വർണത്തിന്റെ ബാറുകളല്ല, സ്വർണത്തിന്റെ കോയിനുകളല്ല, അതിലൊക്കെ സക്കാത്ത് വരും. 10 പവനോ മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്താണ്. നേരെമറിച്ച് മഹല്ലുൻ നിസാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയം, ആഭരണങ്ങളായി അണിയാൻ വേണ്ടി മാറ്റിവെച്ചത്, ആഭരണമാക്കി വെച്ചത്, ആഭരണമായി വെച്ച് ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കണമെന്ന് പിന്നീട് ഉപയോഗിക്കണമെന്ന് ഉദ്ദേശമുള്ളതോ ആയ ആഭരണങ്ങളിൽ സക്കാത്തുണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറഞ്ഞ ഒരു ചെറു ന്യൂനപക്ഷമുണ്ട്, ഇല്ല എന്നതാണ് ബഹുഭൂരിപക്ഷം ആലിമീങ്ങളുടെ അഭിപ്രായം. നമ്മളില്ലാത്ത എന്തിനാ ഉണ്ടെന്ന് പറയേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് കേരളീയ മുസ്ലിമീങ്ങൾ. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഉണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ മദ്ഹബുള്ളൂ, ഇമാം അബു ഹനീഫ തങ്ങളുടെ മദ്ഹബ് പ്രകാരം. സ്വഹാബികളിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന ഒരൊറ്റ സ്വഹാബിക്ക് മാത്രമേ അഭിപ്രായമുള്ളെന്നും ബാക്കി ജംഹൂർ സ്വഹാബ ആഭരണങ്ങൾ എത്രയാണെങ്കിലും അതിൽ സക്കാത്ത് വരുന്നില്ല എന്ന് പറഞ്ഞവരാണ്. എല്ലാതും സക്കാത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, നിങ്ങൾ കൊടുത്തോളൂ, സ്വതക്കയായിട്ടെങ്കിലും അത് സ്വീകരിച്ചേക്കും. ചില ആളുകൾക്ക് ഇങ്ങനെ ചില വിഷയങ്ങൾ ഹലാലോ ഹറാമോ, അത് ഹറാമാന്ന് പറഞ്ഞാലേ സമാധാനമാവുള്ളൂ. ചില ഉള്ളതല്ലേ പറയേണ്ടതുള്ളൂ, ഇല്ലാത്തത് എന്തിനാ നമ്മൾ ദീന്റെ പേരിൽ വെച്ച് കെട്ടേണ്ടത്? മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹംബലി പണ്ഡിതനാണ്, ഹംബലി മദ്ഹബുകാരനാണ്. വഅമ്മൽ മുഅജ്ജു ലിൽ ഖിറാ അവിൻ നഫഖ ഇദ ഇഹ്തൂജ ഇലൈഹി ഫഫീഹി സക്കാ. പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. നമ്മളൊരു അസറ്റായി മാറ്റിവെക്കുന്നത്, സ്വർണത്തിലെ ചില മാലകളൊക്കെ പൊട്ടിപ്പോയി, അത് നന്നാക്കണമെന്ന് ആഗ്രഹമല്ല, സ്വർണമല്ലേ, വില കൂടുന്നതല്ലേ, അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങളാണ്, അതിന്റെ നിസാബുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. സ്വർണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 85 ഗ്രാമാണ് സ്വർണത്തിൻ്റെത്. വെള്ളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയുടെ നിസാബ് വേറെയാണ്. നമ്മൾ സാധാരണഗതി വെള്ളി ഉപയോഗം നാട്ടിൽ കുറവാണ്, സ്വർണമാണ് കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം?
ഇഖ്തിലാഫുള്ള ഒരു വിഷയമാകുമ്പോഴേ അതിൽ ഇന്നതാണ് അഭിപ്രായം, മറ്റേ അഭിപ്രായങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തതിനെ സംബന്ധിച്ച് പറയുന്നു, ഇതാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഹദീസ് വായിക്കുക, ആയത്തോതുക, എന്നിട്ട് അങ്ങോട്ട് മസാല പറയുക, അവരെ ഒരു ഫത്വ പുറപ്പെടുവിക്കുക, ഹദീസ് കണ്ടില്ലേ. ഈ ഹദീസും ഖുർആനും വെച്ച് തന്നെ പഠിക്കുന്നവരാ മദ്ഹബിന്റെ ഇമാമികൾ. ഉലമാ പഠിക്കുന്നത് അദില്ലത്തുകൾ വെച്ചിട്ടാണ്. ഒരു ഹദീസിന്റെ ദലാലത്ത് എന്താണ്, ആ ഹദീസ് സ്വരീഹാണോ മുബ്ഹമാണോ, ആ ഹദീസിന് വേറെ തഅ്വീലുകൾ ഉണ്ടാകുമോ, ഇതൊക്കെ പരിശോധിച്ചതിന്റെ ശേഷമാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇതിൽ അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായത്തെ ചവിട്ടി താഴ്ത്തിയിട്ട് ഒന്നോ രണ്ടോ ഹദീസ് വെച്ചിട്ട് അതല്ല ഇവിടെ ശരി എന്ന് പറയുന്നത് മിനിമം ആലിമീങ്ങളോട് കാണിക്കുന്ന ധിക്കാരമാണ്. അത് ചെയ്യരുത് എന്നാണ് ഇത്തരം ആളുകളോട് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൽ സക്കാത്ത് ഉണ്ട്. ആഭരണങ്ങൾ 1.5 പവൻ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിൽ സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നവരുടെ പക്ഷം കേൾക്കാം. അവർക്ക് പറയാനുള്ള തെളിവുകളും കേൾക്കണം. അതിനുശേഷം എന്തുകൊണ്ട് ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു എന്ന അതിന്റെ വിശദീകരണവും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരാൾക്ക് വേണമെങ്കിൽ സ്വർണത്തിന് സക്കാത്ത് തന്നെ കൊടുക്കണമെന്നില്ല. ഏത് ചെറിയ സ്വർണത്തിലും വെള്ളിയിലും പൈസയിലും മനുഷ്യന് സ്വതക്ക കൊടുക്കാം, ദാനം കൊടുക്കാം. സക്കാത്ത് നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റം കിട്ടും. മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ സക്കാത്ത് ഇല്ലെന്നാണ്. നിങ്ങൾ കാറ് വാങ്ങിച്ചു, നിങ്ങൾ ഉപയോഗിക്കുന്ന വീട്, നിങ്ങളുടെ ഫാക്ടറിയിലെ എക്യുപ്മെന്റ്സുകൾ, ഇതിന് സക്കാത്ത് ഇല്ലല്ലോ. സക്കാത്ത് വരുന്നത് തന്നെ ഉപയോഗമില്ലാതെ ജാമിദായി കിടക്കുന്ന, ഡെഡായി കിടക്കുന്ന മണികളിലാണ് സക്കാത്തുള്ളത്. എത്രത്തോളം കന്നുകാലികളിൽ സക്കാത്തുണ്ടെന്ന് പറയുമ്പോഴും കൃഷിക്ക് ഉപയോഗിക്കുന്ന അൽ അവാമിൽ എന്ന് പറയും, കൃഷിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന് കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ, കന്നുകാലികൾ, അതിന് സക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്തേ? അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരാൾക്ക് കാറുണ്ട്, കാറിന് സക്കാത്തുണ്ടോ? ഇല്ല. വീട് വെച്ചിട്ടുണ്ട്, വലിയ വീടാണ്, അത് ഇത്ര കോടി ചെലവുണ്ട്, സക്കാത്തുണ്ടോ? ഇല്ല. ഉള്ളത് എന്ന് പറയുന്നത് മനുഷ്യൻ സൂക്ഷിച്ചു വെക്കുന്നത്, അത് വെള്ളിയുടെ നിസാബെത്തി കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. സ്വർണമാണെങ്കിൽ സ്വർണത്തിന്റെ കണക്ക് 85 ഗ്രാമാണ്. ഒരു വർഷം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആഭരണമായി മാറ്റിയിട്ടില്ലാത്ത, ഉപയോഗിക്കണമെന്ന് ആഗ്രഹവുമില്ലാതെ മാറ്റിവെച്ചിട്ടുള്ള, അസറ്റായി തീരുമാനിച്ചു വെച്ച സ്വർണങ്ങളിൽ അത് ആഭരണമായാൽ പോലും അതിൽ സക്കാത്ത് വരും എന്നാണ് അതിന്റെ പക്ഷം. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ ചിലതൊക്കെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു, ഒരു പരിപാടി വരുമ്പോൾ ഉപയോഗിക്കാം, ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അണിയാം, അത് വിൽക്കരുത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വളയാണ്, ഇഷ്ടപ്പെട്ട പാദസരമാണ് എന്ന് മാറ്റിവെക്കുന്നതിൽ സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഷാഫിഈ മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും അഭിപ്രായം. അതാണ്. നമ്മൾ ഷാഫികളായ നമ്മളെ സംബന്ധിച്ചോളം മറ്റു മദ്ഹബ് നമ്മുടെ തലക്കുമേതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഇവർ പറയുന്ന ഒരു തെളിവ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم دخل علي رسول الله صلى الله عليه وسلم فرأى في يدي فتخات من ورق. റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോഴേ എൻ്റെ കയ്യിൽ വെള്ളിയുടെ ഫതഖാത്ത് എന്ന് പറഞ്ഞ വലിയ മോതിരത്തിനാ പറയാ, വലിയ മോതിരം എൻ്റെ കയ്യിൽ തങ്ങൾ കണ്ടു. മാഹാദായ ആയിഷ എന്ന് നബി തങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നബിയെ, സ്വനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്, ഞാനതൊരു ഭംഗിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതുഅദ്ദീന സകാതഹുന്ന, ആ വെള്ളിക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ ഖുൽതു ലാ, ഇല്ല എന്ന് ആയിഷ ബീവി പറഞ്ഞു. ഹുവ ഹസ്ബുകി മിനൻ നാർ, അതുകൊണ്ട് നരകശിക്ഷ വരുമല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് ഹദീസ് അബൂ ദാവൂദ് എന്നിവരുടെ സുനനിലുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അതിനെ സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇമാം തുർമുദി തങ്ങൾ ഈ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞവരാണ്. അദ്ദാറഖുത്നി ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞു. ഇമാം ദഹബി, ഇബ്നു അബ്ദുൽ ഹാദി ഇവരൊക്കെ ഈ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, ആഭരണങ്ങളിൽ സക്കാത്തുണ്ട് എന്ന് പറഞ്ഞ മുഴുവൻ ഹദീസുകളും ദഈഫുകളാണ് എന്ന് പറഞ്ഞവരാണ് പണ്ഡിതപക്ഷം. അപ്പൊ ഒരു ഹദീസ് വെച്ചിട്ട് അതുകൊണ്ട് കൊടുക്കണം എന്ന് പറയാ, അതുകൊണ്ട് മസാല പറയാ, അതാണ് ഇപ്പോ ഒരാൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ആ വിഷയം പറയുന്നത്. രണ്ടാമത്തെ തെളിവ് പറയാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസ്. ഖാലത്ത് കുൻതു അൽബസു ഔളാഹൻ മിൻ ദഹബിൻ,
കുൻതു അൽബസു ഔളാഹൻ മിൻ ദഹബിൻ ഫഖുൽതു യാ റസൂലല്ലാഹ് അകൻസുൻ ഹുവ ഖാല മാ ബലഗ അൻ തുഅദ്ദാ സകാതുഹു ഫസുക്കി ഫലൈസ ബികൻസിൻ എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു എന്നാണ് ആ ഹദീസിന്റെ ഭാഷ്യം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു സ്വർണത്തിന്റെ ആഭരണം കയ്യിൽ വെച്ചുകൊണ്ട് തങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് കൻസാണോ? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യാത്ത ആളുകൾ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ ആയത്തിൽ കെൻസ് എന്ന് പറഞ്ഞതിൽ ഈ ആഭരണം പെടുമോ എന്ന് തങ്ങളോട് ഞാൻ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, സക്കാത്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. വലൈസ ബികൻസിൻ, സക്കാത്ത് കൊടുത്താൽ പിന്നെ അത് കെൻസ് എന്ന വിഭാഗത്തിൽ പെടില്ല എന്ന് തങ്ങൾ പറഞ്ഞ ഹദീസുമാണ് ഇവരിതിന് തെളിവായി പറയാറുള്ളത്. ഈ ഹദീസിനെ സംബന്ധിച്ചു പോലും മഹാന്മാരായ പണ്ഡിതന്മാർ അത് പ്രബലമായ ഹദീസ് അല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവരൊക്കെ അംഗീകരിക്കുന്ന ആൾ അൽബാനി നാസറുദ്ദീൻ അൽബാനി ആധുനിക കാലക്കാരനാണ്. ഇങ്ങനെ ഈ മദ്ഹബുകൾ അംഗീകരിക്കാത്ത സർവ്വ ടീമും അംഗീകരിക്കുന്ന ആളാണ്. അൽബാനിയുടെ ഹദീസിന്റെ ബലാബലം അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് നോക്കുക. അല്ലാഹുൽ അൽബാനി തന്നെ ദഈഫ എന്ന് പറഞ്ഞ ഹദീസാണിത്. ഇത് വെച്ചിട്ട് മസ്അല പറയാം. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു. അതിലയാൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ഇങ്ങനെ, അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അന്ന ഇംറഅതൻ അത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഒരു പെണ്ണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു എന്നാണ് ഹദീസ്. വമഅഹ ഇബ്നതുൽ ലഹ, അവരുടെ കൂടെ അവരുടെ ഒരു മോൾ ഉണ്ടായിരുന്നു. വഫിയദി ഇബ്നതിഹാ മസകതാനി ഗലീലതാനി മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കട്ടികൂടിയ വളകൾ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചത്രേ, അതുഅതീന സകാത ഹാദാ, ഈ വളകളുടെ സകാത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഖാലത് ലാ, ഇല്ലെന്ന പെണ്ണ് മറുപടി പറഞ്ഞപ്പോൾ, അയസുറുകി അൻ യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ ശിവാറൈനി മിൻ നാരിൻ, നരകത്തിന്റെ വളകൾ ഇതിനു പകരം അല്ലാഹു തരുമെന്ന് അല്ലാഹു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞപ്പോ ആ രണ്ട് വളകളും ഊരുകയും പുണ്യനബിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞത് അല്ലാഹുവിനും റസൂലിനുമുള്ളതാണ് എന്ന് പറഞ്ഞ ഹദീസ് തുർമുദി, ഇമാം തുർമുദി തങ്ങൾ ദഈഫാണെന്ന് പറഞ്ഞു. അന്നസായി ഹദീസ് പണ്ഡിതൻ ഇമാം നസായി തങ്ങൾ, ഇബ്നു ഹിബ്ബാൻ ഹദീസ് പണ്ഡിതൻ, അൽ ബൽഹഖി, ഇമാം ഹസ്ം, ഇബ്നുൽ ജൗസി, ഇബ്നു കതീർ, ഇവരൊക്കെ ഇത് ദഈഫാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇതാണ് ഇവരൊക്കെ തെളിവ് പറയുമ്പോൾ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. ഈ വളന്റെ കഥ പറയും. ആ വളയുടെ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതവിടെ നോക്കുപോലുമില്ല. അവർക്കത് വിഷയമല്ല. അതുകൊണ്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ മദ്ഹബ് എന്താ പറയുന്നത് നമുക്ക് അത്ര നോക്കിയ നമ്മൾ മുഖല്ലിദീങ്ങളാണ്, നമ്മളെ മദ്ഹബിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ മസ്അലകളെ നമ്മൾ സ്വീകരിക്കുക. അതിനെ മറികടന്നുകൊണ്ട് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ മൂന്ന് ഹദീസുകളാണ് അവരതിന് തെളിവായി പറയുന്നത്. എന്നാൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് ജുംഹൂറുൽ ഉലമ, പണ്ഡിതന്മാരിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം എന്താണ്? അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അമ്മാ ജുംഹൂറുൽ ഉലമ മിന ശാഫിഇയ്യ വൽ മാലികിയ്യ വൽ ഹനാബില, ഹംബലി മദ്ഹബിന്റെയും ഷാഫിഈ മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും ഉലമാക്കളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഫദഹബു ഇലാ അദ്മി വുജൂബി സകാത്തി ഫിൽ ഹുലിയിൽ മുബാഹ് അൽ മുഅദ്ദിൽ ലിൽ ഇസ്തിഅമാൽ, ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് ഹലാലായ ആഭരണം എന്നാണ്, മൃഗങ്ങളുടെ രൂപമൊന്നും അല്ലാത്തത്, ഹലാലായ ആഭരണം, ആ ആഭരണങ്ങളിൽ അദമു വുജൂബി സകാത്ത് നിർബന്ധമില്ല എന്നതാണ് മൂന്ന് മദ്ഹബിന്റെയും പ്രബല പണ്ഡിതന്മാരുടെ ജുംഹൂറുൽ ഉലമാഇന്റെ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവും. ഫിഖഹിന്റെ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം വരും. ജുംഹൂറുൽ ഉലമ എന്ന് പറഞ്ഞു, അതല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. പൊതുവെ കളവ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നോ എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ട എന്തായി പറയണത്, മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ എന്താണ്, പണ്ഡിതന്മാർ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്. സ്വയം മുജ്തഹിദായി ചമയുന്ന ആളുകളോട് ഞാൻ മറുപടി പറയില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം മുജ്തഹിദ്, ഞാൻ ഇമാം ഷാഫിന്റെ ഒപ്പം തന്നെയാണ്. ഷാഫി ഇമാം പറഞ്ഞ പോലെ എനിക്കും പറയാൻ പറ്റും. ഹദീസ് വെച്ചിട്ട് മസല പറയാം, അത് നമ്മൾ അംഗീകരിക്കൂല. ലോകത്ത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരാലിമും ഒരാളും അത് അംഗീകരിക്കൂല. നമ്മൾ അംഗീകരിക്കേണ്ടത് മദ്ഹബിനെയാണ്. അവരെന്ത് പറഞ്ഞു? അല്ലാമ ഇബ്നു ഖുസൈമ, ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിൽ അറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതനാണ് ഇബ്നു ഖുസൈമ തങ്ങൾ. വെള്ളിയിൽ സകാത്തുണ്ട് എന്ന് പറഞ്ഞത് അൽ അവാഖി അർറിഖ അല്ലെങ്കിൽ അവാഖി എന്ന് പറഞ്ഞ വചനങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ളത്
അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ആഭരണമായി ഉപയോഗിക്കാതെ നാണയങ്ങളായി ഉപയോഗിച്ചു വെച്ച സാധനങ്ങളെ കുറിച്ചാണ് ഹദീസുകളിൽ പറഞ്ഞ വാക്കുകളെ വ്യാഖ്യാനിക്കേണ്ടത് എന്നല്ലാതെ ആഭരണങ്ങളെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് മഹാന്മാർ അവാഖി, റിഖത്ത് എന്നുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആഭരണങ്ങളെ കുറിച്ചാണെന്ന് പറയരുത്. ആഭരണങ്ങളെ കുറിച്ച് അവാഖി എന്ന പ്രയോഗം ഉപയോഗിക്കാറില്ല. അത് നാണയങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഇസ്മുൽ വരിഖ് ഫീ ലുഗത്തിൽ അറബ് അല്ലദീന ഖുതിബന ബിലുഗതിഹിം ലാ യഖഉ അലൽ ഹുലിയി. ആഭരണത്തെ കുറിച്ചല്ല ഈ വരിഖിൽ സകാത്ത് ഉണ്ടെന്ന് വരും. സ്വർണത്തിലും വെള്ളിയിലും സകാത്തുണ്ട് എന്ന് പറയുന്നിടത്ത് വരിഖ് എന്ന പ്രയോഗം ആഭരണത്തെ കുറിച്ചല്ല. ആഭരണത്തെ കുറിച്ച് അങ്ങനെ പറയൂല. ഇതാര് പറയും? ഭാഷാ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ. കെൻസ് എന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ ഒരു പുത്തനാശയക്കാരൻ പറയുന്ന വാക്കതാണ്. അത് കെൻസാണ്, സൂക്ഷിച്ചു വെക്കുന്നതാണ്, അള്ള ശിക്ഷ തരുമെന്ന് പറഞ്ഞതാണ്, സ്വർണം കുമിഞ്ഞു കൂട്ടുന്നതാണ്. ഒരു 50 പവനോ 100 പവനോ ഒരു പെണ്ണിന് ആഭരണം ഉണ്ടെങ്കിൽ അതൊക്കെ കെൻസാണ്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വേദനാജനകമായ ശിക്ഷയുണ്ട് സ്വർണം കുമിച്ചു കൂട്ടുന്നവർക്ക് എന്ന് പറഞ്ഞതിൽ ആഭരണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതൊക്കെ കെൻസാണ് എന്ന് ഈ മറുപടി പറയുന്ന ആള് പറയുന്നുണ്ട്. എന്താണ് കെൻസ് എന്ന് പറഞ്ഞാൽ? فإن لفظ الكنز لا يطلق على الحلي المتخذ للاستمتاع. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളെ കുറിച്ച് കെൻസ് എന്ന് പറയില്ല. കാരണം വലാ യുൻഫിഖൂനഹ എന്ന് പറയുന്നില്ലേ, ചെലവഴിക്കാത്തവർ. ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആഭരണങ്ങളിലല്ലേ സാധ്യമാകുള്ളൂ. മനുഷ്യന്റെ ആഭരണം ചെലവഴിക്കുന്നതാണോ? മനുഷ്യൻ ഉപയോഗിക്കുന്നതിൽ സക്കാത്തില്ല. മനുഷ്യന്റെ ഇസ്തിംതാഇന്റെ, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നത്, ആഭരണമായി ഉപയോഗിക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് എങ്ങനെ ചെലവാക്കുന്ന വിഷയങ്ങളെ പറ്റി പറയുന്ന പോലെ പറയാം. അതൊരിക്കലും കെൻസിൽ പെട്ടതല്ല എന്ന് മഹാനായ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി സകാത്തിനെ കുറിച്ച്, ആഭരണങ്ങളിൽ സകാത്തുണ്ട് എന്ന് പറഞ്ഞ അതിനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഒന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവം, മറ്റൊന്നൊരു പെൺകുട്ടിയുടെ കയ്യിൽ 2 വളകൾ കണ്ട സംഭവം. ഈ സംഭവങ്ങളെ കുറിച്ച് വന്ന് ഈ ഹദീസുകളൊക്കെ ഖാല തുർമുദി, ഹദീസ് പണ്ഡിതനായ ഇമാം തുർമുദി തങ്ങൾ പറയാ, വലാ യസിഹു ഫി ഹാദൽ ബാബി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ. ജാമിഉ തുർമുദിയിൽ ഇമാം തുർമുദി തങ്ങൾ പറയാ, പുണ്യ നബി തങ്ങളിൽ നിന്ന് പ്രമാണബദ്ധമായി സ്വഹീഹായി സ്ഥിരപ്പെട്ട ഒരു ഹദീസ് പോലും ആഭരണങ്ങളിൽ സകാത്തുണ്ട് എന്ന് പറയുന്ന ഹദീസുകളില്ല. എന്റെ അഭിപ്രായമല്ലേ പറയുന്നത്. ആര് പറഞ്ഞു? ഇമാം തുർമുദി തങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ പുത്തനാശയക്കാർക്ക് എന്താ ഇതിനൊക്കെ അസുഖം? ആലിമീങ്ങൾ പറഞ്ഞത് എന്താണ്? എന്താ ഫുഖഹാഇന്റെ അഭിപ്രായം? എന്താ മദ്ഹബ് എന്തിനെ കുറിച്ച് പറഞ്ഞു? ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ പോരെ? ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, നമ്മൾ പറയുന്ന വിഷയം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയാ, വല്ലാത്തൊരു ഫിത്നയാണ്. മഹാനായ അല്ലാമ ബദ്റുദ്ദീനുൽ മൗസിലി, ശാഫിഈ പണ്ഡിതനാണ് ബദ്റുദ്ദീനുൽ മൗസിലി തങ്ങൾ, ലാ യസിഹു ഫി ഹാദൽ ബാബി അനിൻ നബി ഷൈഉൻ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയിൽ നിന്ന് സഹീഹായ ഒരു ഹദീസ് പോലും ആഭരണങ്ങളിൽ സകാത്തുണ്ട് എന്ന് പറയുന്നത് വന്നിട്ടില്ല. ബദ്റുദ്ദീനുൽ മൗസിലി തങ്ങളുടെ അഭിപ്രായം, ഹുദവിസ്താന്റെ അഭിപ്രായമല്ലേ പറയുന്നത്. ഖാല ഇബ്നുൽ ജൗസി, അല്ലാമ ഇബ്നുൽ ജൗസി, കുല്ലുഹാ ദുആഫുൻ. ഈ പറഞ്ഞ മുഴുവൻ ഹദീസുകളും ദഈഫായ ഹദീസുകളാണ്. മഹാനായ ഹാഫിദ് ഇബ്നു റജബ് ഹംബലി ഫിൽ മസ്അലതി അഹാദീസ് മിൻ അത്റഫൈൻ ലാ യത്ബുതു മിൻഹാ ഷൈഉൻ മർഫൂഉൻ ഇല നബി. പുണ്യ നബി തങ്ങളുടേത് എന്ന് പറയാവുന്ന സ്വഹീഹായ ഒരു ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇമാം ഷൗക്കാനി, ഫലം യബ്ഖ ഫിൽ ബാബി മാ യസ്ലുഹു ലിൽ ഇഹ്തിജാജ് ബി. തെളിവുദ്ധരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവവും ആഭരണങ്ങളിൽ സകാത്തുണ്ട് എന്ന് പറയാൻ പുണ്യ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ വെച്ചിട്ട് മസല പറയുമ്പോൾ എത്ര ഡേഞ്ചറാണ്. നമുക്ക് ഹദീസ് പറഞ്ഞിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കാം, ജനങ്ങൾക്ക് സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള വാള് പറഞ്ഞു കൊടുക്കാം. പക്ഷെ മസല പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോ ഈ ആധുനികരായ പണ്ഡിതം, ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷൈഖ്. അദ്ദേഹം തന്നെ വസ്വരീഹുൻ മസ്തദല്ല ബിഹിൽ മൂജിബു ലിസകാത്തിൽ ഹുലിയിൽ മുഅദ്ദിലിൽ ഇസ്തിഅമാൽ മിൻ അൻ-നുസൂസിൽ മർഫൂഅ കഹദീസിൽ മുസ്തഖീൻ വഹദീസ് ആയിഷ ഫി ഫതാഖതിഹാ മിൻ വരിഖ് വഹദീസ് ഉമ്മി സലമ. ഇതെല്ലാം ബേസ്ലെസ് ആണ്, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫിഈ, മഹാനായ ഇമാം അബൂ ഉബൈദ്, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം ദാറഖുത്നി, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു ഹിസ്ബ്, ഇവരെല്ലാം ഈ ഹദീസുകളെ വെച്ച് തെളിവുദ്ധരിക്കുന്നത് ഗൈറു ഖവിയ്യിൻ, ഇതൊരിക്കലും ശക്തമായ ഒരു അഭിപ്രായമല്ല, ലിഅദമി സുഹ്ഹതിഹാ, ഈ ഹദീസുകൾ സ്വഹീഹല്ല. ഇതാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ജുംഹൂറുൽ ഉലമ, സ്വഹാബികൾ എന്തു പറഞ്ഞു ഇതിനെ സംബന്ധിച്ച്? ആഭരണങ്ങളിൽ സ്വഹാബിമാർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഒരൊറ്റ സ്വഹാബി, ഇബ്നു മസ്ഊദ് തങ്ങളുടെ എന്ന ഒരൊറ്റ സ്വഹാബിയുടേതാണ് ആഭരണങ്ങളിൽ സക്കാത്തുണ്ട് എന്ന അഭിപ്രായം. എന്നാൽ അൽ-ആഥാറുൽ വാരിദതു അനി സ്വഹാബ, ഇതെല്ലാം ഫി അദമി വുജൂബി സക്കാത്തി ഫിൽ ഹുലി, ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്നതാണ്. ഒരാൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ നിർബന്ധമാണ് എന്ന് പറയുന്നതും വേണമെങ്കിൽ കൊടുക്കണമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. സമിഅ്തു അബാ അബ്ദില്ലാ, അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, മഹാനായ തങ്ങളുടെ ഉസ്താദ് അവറുകൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഒരു ചരിത്രം ഇവിടെ പറയുകയുണ്ടായി. ഹംബലി മദ്ഹബിന്റെ ഇമാമും 7 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമുണ്ടായിരുന്ന മുഹദ്ദിസാണ്. മഹാനവറുകൾ മുസ്നദിന്റെ സ്വാഹിബാണ്. ഇവിടെ ഒരു കാർ, ഒരു സ്വിഫ്റ്റ് കാർ പെട്ടെന്ന് മാറ്റി കൊടുക്കണേ. ഒരു സ്വിഫ്റ്റ് കാർ KL 58D 5238 KL 58D 5238 സ്വിഫ്റ്റ് കാർ അവിടെ വഴി തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്, മാറ്റിക്കൊടുക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ യഖൂൽ ഫി സകാത്തിൽ ഹുലി عن 5 من أصحاب النبي صلى الله عليه وسلم لا يرون فيه الزكاة. സ്വഹാബികളിൽ 5 മഹാന്മാരായ സ്വഹാബിമാരെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അവരാരും ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നവരല്ല. ആരൊക്കെയാണ് അവര്? വഹും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവരുടെ മോൻ അബ്ദുല്ലാഹി ബിൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിയുടെ ജ്യേഷ്ഠത്തി അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ഇവരൊക്കെ പണ്ഡിതകളാണ്, പണ്ഡിതന്മാരായ സ്വഹാബിമാരുണ്ട്. അവരുടെ അഭിപ്രായ പ്രകാരം ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല. അത് എന്റെ അഭിപ്രായമാണെന്ന് പറയരുത്. ഞാൻ എന്റെ അഭിപ്രായമല്ലല്ലോ പറയുന്നത്. യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടാക്കി വിടുക. ഞാൻ അഭിപ്രായം പറഞ്ഞു എന്നാ പറയാം. എന്റെ അഭിപ്രായമല്ല അത്, പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങൾ, ഇബ്നു ഉമർ, ലാ സകാത്ത് ഫിൽ ഹുലി, ആഭരണങ്ങളിൽ സകാത്ത് ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണ് അവരുടെ മറുപടി. വഹുവ ഖൗലു അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബിബി റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം അതാണ്. വറുവിയ അയ്ളൻ അൻ ആയിഷ വഹുവ അൻഹുമാ സ്വഹീഹ്, ആയിഷ ബീവിയെ സംബന്ധിച്ചും സ്വഹീഹായ റിവായത്ത് ആയിഷ ബീവിയും പറയുന്നത് ആഭരണങ്ങളിൽ സകാത്ത് ഇല്ലെന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെയോ ആ ചരിത്രങ്ങളെയോ ബേസ് ചെയ്തിട്ട് മസ്അല പറയുന്നത് ശരിയായില്ല എന്നാണ് പറയാ. ഇമാം മാലിക് എന്നവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ മുവത്ത. عن عبد الرحمن بن قاسم عن أبيه عن عائشة زوج النبي صلى الله عليه وسلم. عائشة بيبي رضي الله عنها സംബന്ധിച്ച് വന്ന സ്വഹീഹായ ഹദീസ്, كانت تلي بنات أخيها, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരങ്ങളുടെ മക്കളെ, യതീമുകളായ മക്കളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കി വളർത്തിയിട്ടുണ്ട്. ലഹുന്നൽ ഹലിയു, അവർക്കൊക്കെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. നിസ്വാബ് കഴിഞ്ഞ ആഭരണം, 10.5 പവന് മുകളിലുള്ള ആഭരണങ്ങൾ. ഫലാ തുഖ്രിജു മിൻ ഹുലിഹിന്ന സകാ, ആ ആഭരണങ്ങൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സകാത്ത് കൊടുത്തിരുന്നില്ല എന്നത് ഇമാം മാലിക് എന്നവരുടെ മുവത്തയിലെ 584-ാമത്തെ ഹദീസ്. ഇമാം മാലിക് എന്നവര് ഫിഖ്ഹ് പണ്ഡിതനാണ്, മുഹദ്ദിസുമാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ, മഹാനായ ഉമർ എന്നവരുടെ മോനെ, കാന യുഹല്ലി ബനാതി വജവാരിഹി ദഹബ്, അവരുടെ പെൺകുട്ടികൾക്കും അടിമ പെൺകുട്ടികൾക്കും ഒക്കെ മഹാനവറുകൾ സ്വർണം ആഭരണമായി നൽകാറുണ്ടായിരുന്നു. മുഅത്വയിൽ ഇമാം മാലിക് എന്നവർ ഉദ്ധരിക്കുക, തുമ്മ ലാ യുഖ്രിജു മിൻ ഹുലിഹിന്ന സകാ. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവർ ആരാണവര്? മുഹയ്യിസ് സുന്ന, ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിച്ച മഹാനായ സ്വഹാബിയാണ്. മഹാനവറുകൾ 10.5 പവന് മുകളിൽ ആഭരണങ്ങൾ ഉണ്ടായിട്ട് ഈ മക്കളുടേതൊന്നും മഹാൻ സകാത്ത് കൊടുത്തിട്ടില്ല. ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങളോട് ചോദിച്ചു, അംറു ബിൻ ദീനാർ എന്നവർ താബിഈയെ, അനിൽ ഹുലി, ആഭരണത്തെക്കുറിച്ച്, ഹൽ ഫീഹി സകാ, അതിൽ സകാത്ത് ഉണ്ടോ? 10 പവന്റെ മീതെയുള്ള ആഭരണം ഒരു പെണ്ണ് മാലുണ്ടാക്കി, 20 പവന്റെ മാലുണ്ടാക്കി, സകാത്ത് ഉണ്ടോ? ജാബിർ എന്നവരുടെ മറുപടി ഇല്ല, അതിന് സകാത്ത് ഇല്ല. ഇൻകാന അൽഫ ദീനാർ, 1000 ദീനാറാണെങ്കിലും 1000 ആണെങ്കിലും ഇല്ല എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല നബി തങ്ങളുടെ സ്വഹാബിയാണ്.
അലി ഇബ്നു സുലൈം സഅൽതു അനസ് ഇബ്നു മാലിക്, നബി തങ്ങൾക്ക് തങ്ങളുടെ കൂടെ 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾ. മഹാനവറുകളോട് ചോദിച്ചു, അനിൽ ഹുലി അഫീഹി സക്കാ, ആഭരണമായി വെച്ചതിൽ സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. ഖാല ലാ, അതിൽ സക്കാത്ത് വരുന്നില്ലെന്ന് ജാബിർ തങ്ങൾ ഫത്വ കൊടുത്തു. ഇതൊക്കെ മഹാന്മാരുടെ കിതാബുകളിൽ മഹാനായ അല്ലാമ ഇബ്നു സജ്ജവി അവരുടെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ മോള്, നല്ല പൈസ ഉണ്ടായിരുന്ന സമ്പന്നയായ മഹദിയാണ്. അന്നഹാ കാനത് ലാ തുസക്കിൽ ഹുലിയ, ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകാറില്ലായിരുന്നു. വഖദ് കാന ഹുലിയു ബനാതിഹ, അസ്മാ ബീവിയുടെ പെൺകുട്ടികളുടെ ആഭരണം എത്രയായിരുന്നു അറിയോ? 50,000, 50,000 ദീനാറായിരുന്നു. 50,000 ദീനാർ, ഒരു ദീനാർ സ്വർണ്ണ നാണയമാണ്, 4 ഗ്രാം വരും ഒരു ദീനാർ. അത്രയും സ്വർണമുണ്ടായിട്ട് പോലും മഹദി ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ആ അഭിപ്രായം മഹാന്മാരായ ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ, മാലിക്കി മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാർ, അബൂ ഹനീഫ തങ്ങളുടെ ഒരൊറ്റ മദ്ഹബാണ് ആഭരണങ്ങൾ 10.5 പവൻ കഴിഞ്ഞാൽ സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയണം. ഹനഫി ഇമാമിന് ഇങ്ങനെ അഭിപ്രായമുണ്ട്, അങ്ങനെ പറഞ്ഞോളൂ. നിങ്ങൾ സ്വയം മുജ്തഹിദുകളായിട്ട് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഞങ്ങൾ മദ്ഹബ് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. മദ്ഹബിന്റെ അഭിപ്രായം പറയണം, അതല്ലേ അതിന്റെ ന്യായം. മദ്ഹബിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞു തരണം, അപ്പോഴേ അത് തിരുത്താൻ പറ്റുള്ളൂ. മദ്ഹബിന്റെ അഭിപ്രായം അതല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തിരുത്തേണ്ടതാ, ഞാൻ തിരുത്തും ചെയ്യും. പക്ഷേ മദ്ഹബിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ഒരുപക്ഷെ ചിലക്ക് കൗതുകം തോന്നുന്നുണ്ടാവും, ഇതൊന്നും ഇത്രയും കാലം കേട്ടിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ച 10 പവൻ കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ സക്കാത്ത് കൊടുക്കണം എന്നല്ലേ കേട്ടത്, അല്ലേ? അങ്ങനെ ഉണ്ടാവും. ആഭരണമല്ലാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്വർണങ്ങൾക്കും വെള്ളിക്കുമാണ് അതിന്റെ സക്കാത്ത് വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ അതിൽ നീട്ടി പറയുന്നില്ല. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ ചർച്ചയിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെ കൊണ്ട് അത് ബോധ്യപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചിലതിന് മറുപടി പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, വിഷമൊന്നും വിചാരിക്കണ്ടേ. നമ്മളെ ചില ആളുകൾ വരെ എന്താ അങ്ങനെ 100 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടേ? ആഭരണമാണോ, ആഭരണമാക്കി വെച്ചതോ അവരുപയോഗിക്കുന്നതോ പിന്നീട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച് മാറ്റിവെച്ചത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ ഇവിടെ നിയ്യത്ത് എന്താണ്? ഒരു ഫംഗ്ഷൻ വന്ന് എടുത്തു കൊണ്ടുവരണം, അത് അണിയണം. അങ്ങനെ നിങ്ങൾ അണിയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിയ്യത്തുള്ളതാണോ, അതിന് സക്കാത്ത് വരുന്നില്ല. നിങ്ങൾ കൊടുക്കണോ, നിങ്ങൾ കൊടുത്തോളൂ. അതൊരു ഇഹ്തിയാത്താണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്തോ. പക്ഷേ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ 3 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, നമ്മൾ ഷാഫി മദ്ഹബുകാരാ, ഇല്ലെന്നാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.